വലിയ വലിയ താക്കീതുകളാണ് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖ് എന്നുള്ളത്, അവിടുത്തെ നിലവിലുള്ള സംവിധാനം എന്നുള്ളത് ഇറാനുമായി അടുത്തു നിൽക്കുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാഖിൽ നിന്നും ഏതെങ്കിലും സഹായങ്ങൾ ഇറാന് ലഭിച്ചാൽ ബഗ്ദാദിനെ ലക്ഷ്യം വെക്കുമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ അവരുടെ സൈനിക സന്നാഹങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജോർദാനിൽ അമേരിക്കൻ സൈനിക താവളവുമായി കേന്ദ്രീകരിച്ച് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചുവപ്പ് രേഖയിൽ ചിത്രമാക്കിക്കൊണ്ട് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ ഉപഗ്രഹ ചാനലുകളിൽ നിന്നും കണ്ടെത്തിയ ഈ വിവരങ്ങൾ പ്രകാരം ഏത് നിമിഷവും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ജോർദാനെ ലക്ഷ്യം വെക്കുമെന്നും ലെബനനെ ലക്ഷ്യം വെക്കുമെന്നൊക്കെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റൊരു പരമാധികാര രാജ്യത്തെ ലക്ഷ്യം വെക്കുമെന്ന് പറയുന്നത്? ഈ രാജ്യങ്ങൾക്കെതിരല്ല തങ്ങളുടെ നിലപാടെന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഈ രാജ്യങ്ങളെ ഉപയോഗിച്ചാൽ അത് തിരിച്ചടിക്കുമെന്നും അതിശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്നും നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്താകെ ആശങ്കയുടെ സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു നോമ്പ് കാലത്ത് നേരത്തെയുണ്ടായ ഗസയിലുള്ള വിഷയം പോലെ തന്നെ ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് അമേരിക്ക പോകുമെന്നുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള അതിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിനുള്ള സാധ്യതകൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും മറ്റു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും